നിങ്ങൾ ഈ കേരളത്തിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടോ? ഇവിടെ പുതിയൊരു ജിം വരുന്നുണ്ട്, ജിഹാദി ജിം ആണത്രേ, മുസ്ലിം ഫ്രണ്ട്ലി ജിം എന്നൊക്കെയാണ് ഞാൻ കണ്ടത്. പക്ഷെ ചില ചാനൽസ് പറയുന്നത് ജിഹാദി ജിം എന്നും ആടുമേയ്ക്കാനുള്ള ആളുകൾ ഉണ്ടാക്കാനുള്ള ജിമ്മാണെന്നൊക്കെയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ. അങ്ങനെ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിം ഓപ്പൺ ആവാൻ പോവാണ്. ഏകദേശം പണികളൊക്കെ കഴിയാനായി. അപ്പം കുറെ പേര് എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പുതുനഗരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്ന വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണാനില്ല കേട്ടോ. ആരെങ്കിലും അത് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞാണെന്ന് അറിയില്ല, അത് കാണാനില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള ജനം ടിവിയെ പോലെയുള്ള കർമ്മ ന്യൂസിനെ പോലെയുള്ള ആളുകൾ ആഘോഷിക്കുന്നുണ്ട്. നമുക്ക് ആഘോഷം ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ സത്യത്തിലേക്ക് കടക്കാം. കാഫറുകൾക്കൊപ്പം വർക്കൗട്ട് വേണ്ട, ശരിയ നിയമം അനുസരിച്ച് വർക്കൗട്ട് ചെയ്യാം. ശരിയത്ത് നിയമം അടിസ്ഥാനമാക്കിയുള്ള ജിമ്മുകൾ വരുന്നു എന്ന സൂചന. ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്ന പേരിലാണ് പുതിയ ജിമ്മുകൾ വരിക. പാലക്കാട് പുതുനഗരത്തിലാണ് ഇത്തരത്തിൽ ജിം സ്ഥാപിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക് ഫ്രണ്ട്ലിയായ ജിം ആണിത് എന്ന് ഉടമ പറയുന്നു. 15 വർഷമായി പ്രവർത്തിക്കുന്ന ജിമ്മാണ് ഇസ്ലാം ഫ്രണ്ട്ലി ജിമ്മാക്കി മാറ്റുന്നത് എന്നും സോഷ്യൽ മീഡിയയിൽ ഇയാൾ വെളിപ്പെടുത്തുന്നു. ജിമ്മിന്റെ ഉടമ സോഷ്യൽ മീഡിയയിലാണ് ഇസ്ലാം ഫ്രണ്ട്ലി ജിം സ്ഥാപിക്കുന്ന വിവരം അറിയിച്ചിരിക്കുന്നത്. ഇതില് ശരീഅത്ത് നിയമപ്രകാരമുള്ള ജിമ്മാണെന്ന് ചാച്ചി എവിടെയാണ് കണ്ടത് എന്നൊന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. ഞാൻ കണ്ടില്ല, അതുകൊണ്ട് പറയാട്ടോ. ശരീഅത്ത് നിയമപ്രകാരം പോകുന്ന ജിം എന്ന്, അങ്ങനെ ശരീഅത്ത് നിയമപ്രകാരം ഒരു ജിമ്മോ ഒന്ന് പോടാപ്പ. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ജിമ്മ് തന്നെ നടത്താൻ കഴിയില്ല എന്നുള്ളത്. ബാക്കി പറ. ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും ജിം പ്രവർത്തിക്കുക. പാട്ടുണ്ടാവില്ല, ഔറത്തുകൾ മറച്ചിരിക്കണം. അതായത് ഹിജാബ് അടക്കം ധരിച്ച് ശരീരം മുഴുവൻ മൂടി ആയിരിക്കണം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ആയിരിക്കില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയമായിരിക്കുമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഈ നിയമങ്ങൾ അനുസരിച്ച് മറ്റു മതക്കാർക്കും വേണമെങ്കിൽ ജിമ്മിലേക്ക് വരാം എന്നും സോഷ്യൽ മീഡിയയിൽ പറയുന്നു. ജിം ഉടമയുടെ പശ്ചാത്തലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേവലം വ്യായാമ പരിശീലനം മാത്രമാണോ നടക്കുക എന്ന രീതിയിലും ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയരുന്നു. നിരോധിത ഭീകര സംഘടനകളായ PFI-യും NDF-ഉം ജിമ്മുകൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം നടത്തിയിരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ശരിയായ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജിമ്മുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു താലിബാൻ സംസ്കാരം കേരളത്തിൽ ആ ഒരു ഭാഗത്തും വരികയാണോ എന്നാണ് സമൂഹത്തിൽ പൊതുസമൂഹം ചോദ്യം ഉന്നയിക്കുന്നത്. ഒരു ജിമ്മിൽ പോയാൽ നമുക്ക് അവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരെയും കാണാൻ സാധിക്കും. അവിടെ ആരും പർദ്ദ ധരിച്ച് വീട്ടിനുള്ളിൽ കഴിയുന്നവർ പോലും ജിമ്മിൽ നിഷ്കർഷിക്കുന്ന വേഷങ്ങൾ ധരിച്ചു പോകുന്ന പലരെയും നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരുത്താനാണ് ഇപ്പോൾ പാലക്കാട് പുതുനഗരത്തിൽ ഇപ്പോൾ പുതുതായി ഇങ്ങനൊരു ഇസ്ലാമിക് ജിം സ്ഥാപിക്കുന്നതിലൂടെ ഇതിന്റെ ഉടമ ശ്രമിക്കുന്നത് എന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. എന്തായാലും അദ്ദേഹം തന്നെയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ ഇത്തരത്തിലൊരു ജിം താൻ ആരംഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ജിമ്മിനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കമന്റ്സ്. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ ഇദ്ദേഹം ആട് മേയ്ക്കാൻ വിടുന്നതാണെന്നൊക്കെയാണല്ലോ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഒന്ന് ആദ്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. നിങ്ങൾ ശാഖ നടത്തുന്നുണ്ടല്ലോ അമ്പല മൈതാനത്ത്, അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഈ ശാഖ പഠിച്ച കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായിത്തരങ്ങള് ഇഷ്ടം പോലെ കയ്യിൽ വീഡിയോസ് ഉണ്ട്. കുട്ടികളുടെ മുഖമായതുകൊണ്ട് കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് പുറത്തു വിടാത്തുന്നതാണ്. വാള് പിടിച്ചിട്ട് ആക്രോശിക്കുന്നത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. BJP-യുടെ ഒരു കൊടി പിടിച്ചൊരു ചെറിയ പയ്യൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായിത്തരം ഞങ്ങൾ കാണുന്നുണ്ട്. ശാഖയിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ? ഓക്കെ, ശരീഅത്ത് നിയമപ്രകാരമാണ് ഈ ജിമ്മ് നടത്താൻ പോകുന്ന പറയുന്നത്. അതേപോലെ തന്നെ ചെക്കനെ കുറിച്ചുള്ള അന്വേഷണം നീ എന്നെ അന്വേഷിക്കി, അതാണല്ലോ നിങ്ങൾ ഇനി അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്. എന്താണ് സംഭവം നമുക്ക് അവൻ തന്നെ പറയുന്നുണ്ട്. നവാസ് എന്നാണ് പേര്, നമുക്ക് കേൾക്കാം. ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ടൈം ആയിരിക്കും, സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ലേഡീസ് ട്രെയിനർ ആയിരിക്കും, ഓക്കെ, ജെന്റ്സിന് സെപ്പറേറ്റ് ടൈം. പിന്നെ മ്യൂസിക് ഉണ്ടാവില്ല, ഓപ്പൺ ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടാവില്ല. അപ്പൊ കുറെ പേര് ചോദിച്ചാൽ അപ്പം ഇത് മുസ്ലിങ്ങളുടെ ജിമ്മാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ജിമ്മാണ് എന്നൊക്കെ പറയും. കുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പലതും പറയുന്നുണ്ടായിരുന്നു. സംഭവം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ജിമ്മായിട്ടൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മുസ്ലിം ജിമ്മൊന്നും ഞാൻ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കുന്ന എത്രയോ മുസ്ലിമുകളുണ്ട്. അപ്പൊ അവര് മ്യൂസിക് കേൾക്കില്ല, സ്ത്രീകളുള്ള ജിമ്മിലേക്ക് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് പോകാൻ ഒരു ജിമ്മില്ല. നിങ്ങൾ ജിമ്മിൽ വന്നിട്ട് ഇപ്പോ മ്യൂസിക് ഓഫാക്കാൻ പറഞ്ഞാൽ കേൾക്കും ഇല്ല. പിന്നെ ഞാൻ വരുന്നുണ്ട് അപ്പം ലേഡീസിനെ പുറത്തു പോകാൻ പറയുന്ന പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും ഇല്ല. അപ്പം നിങ്ങൾ ഈ മ്യൂസിക് ജിമ്മാണ് നടത്തുന്നത്. അപ്പോൾ അതിനൊന്നും പോറലില്ലാത്ത രീതിയിൽ അങ്ങനെയുള്ള വിഭാഗത്തിൽ ഉള്ള ആൾക്കാർ, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ പരിഗണിച്ചുകൊണ്ടുള്ള, അവരെയും ചേർത്ത് വിളിച്ചുകൊണ്ടുള്ള ഒരു ജിമ്മാണ്. കാരണം ഞാൻ ജിമ്മിടാൻ പോകുന്ന ലൊക്കാലിറ്റിയിൽ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലുണ്ട്. അത് കാരണം മാത്രമായിട്ട് ജിമ്മിൽ പോകാതെ ഇരിക്കുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങൾ. അപ്പൊ അവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു ജിമ്മാണ്. ഇപ്പോൾ ഞാനൊരു ഹൈന്ദവ സഹോദരൻ അല്ലെങ്കിൽ ഇതര മതസ്ഥപ്പെട്ട ഒരു സഹോദരനാണ് ഇപ്പോൾ ഈ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിമ്മിൽ ഞാൻ കൊണ്ടുവരുന്നത് വെക്കാം. നിങ്ങളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനെ പറയാൻ ഇന്ന് ആരുമില്ല. ഈ മതേതരത്വ രാജ്യത്ത് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന, അതായത് ഇസ്ലാം റൂൾസ് അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ മാനിക്കുക പോലും ഇല്ല. അപ്പം അങ്ങനെ അവരെ മാനിച്ചുകൊണ്ട് ഒരു ഇതുമായി ഇത്തരം നഷ്ടപ്പെട്ട സഹോദരനും മുന്നോട്ട് വന്നിട്ടില്ല, അതായത് ഈ ഫീൽഡ്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ജിമ്മ്, മുസ്ലിം ജിമ്മല്ല. അപ്പൊ അതൊക്കെ നിങ്ങളെ ചിന്താഗതിയാണ്. നിങ്ങൾ വർക്ക് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്.
മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇത് മതേതരത്തെ ഇന്ത്യയാണ്, രാജ്യമാണ്. ഇവിടെ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ സഹോദരത്വം എല്ലാം നിലനിൽക്കും. അപ്പോൾ എന്നെ അറിയുന്നവർക്ക് അറിയാം എത്രത്തോളം എത്ര മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തുക്കളായിട്ട് എനിക്കുണ്ട് എന്നുള്ളത് എന്നെ അറിയുന്നവർക്കറിയാം. അപ്പോൾ നാട്ടിലെത്തിപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെതിരായിട്ട് ശബ്ദിക്കുക. അല്ലാതെ മതം പറയുമ്പോൾ ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുരുവട്ടിയിട്ട് ഇങ്ങനെ ചാടി വരാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും വരാം. അപ്പോൾ ഓപ്പൺ മ്യൂസിക് ഉണ്ടാവില്ല. ഓക്കെ, മ്യൂസിക് കേൾക്കണം അത്രയും നിർബന്ധമുള്ള ആൾക്കാർ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ പ്രകാരം അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാം. അതിനൊന്നും യാതൊരു തടസ്സമില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ മാറ്റാം. അപ്പൊ നമ്മളെ നാട്ടിലേക്ക് വരിക, വർഗീയത ഉണ്ടാക്കാൻ നടക്കണ്ട. ഓക്കെ, നമ്മളെ നാട്ടിലേക്ക് വന്ന് നമ്മൾ അന്വേഷിക്കുക, മനസ്സിലാക്കുക, നമ്മളെ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ എൻ്റെ ഇത്തരത്തെ മെച്ചപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. സാഹോദര്യം എന്നും നിലനിൽക്കും, എപ്പോഴും നിലനിൽക്കും, എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇപ്പോ ജിമ്മില് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളൊന്നും വെച്ചു കൊടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല. കൃത്യമായിട്ട് പല ജിമ്മിൽ എഴുതി വെച്ചതും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ പാട്ടുകൾ നിങ്ങൾ തന്നെ പ്ലേ ചെയ്തു കൊള്ളാൻ, അതായത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് യൂസ് ചെയ്തോളാന്നാണ് പറയുന്നത്. പകരം പല ആളുകളുടെ ഇഷ്ടാനുസരണം പാട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണ പരിപാടി ഇപ്പൊ ജിമ്മുകളിൽ ഇല്ല. സ്വന്തമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ എല്ലാ ജിമ്മുകളിലും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സമയം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പുരുഷന്മാർ വർക്കൗട്ട് ചെയ്യാറില്ല. ആ സമയത്ത് സ്ത്രീകൾ തന്നെയാണ് ട്രെയിനർമാരായിട്ട് ഇരിക്കുന്നത്. അതും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു വരുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അതായത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നുള്ള കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി മുസ്ലിം ആയിട്ടുള്ള സ്ത്രീകൾ അവർ ജിമ്മിൽ വരുന്ന സമയത്ത് അവർ അവർക്ക് മറച്ചിട്ടും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട്, അല്ലാതെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഓരോ ആളുകളുടെ താല്പര്യങ്ങളാണ്. ഇപ്പൊ ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ജിഹാദി, ഇത് ആട് മേയ്ക്കാൻ ആളുകളെ തയ്യാറാക്കാനുള്ള പരിപാടിയാണ്. ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇനിയിപ്പോ ഈ നവാസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ ഒരു വ്യക്തിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ പറ, ഇദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു തീവ്ര മനോഭാവമുള്ള ആളാണെന്ന് നിങ്ങളൊന്ന് നോക്കി. പക്ഷെ എല്ലാ പക്ഷിയും പോലെ അല്ല കഴുകൻ. അത് താന്നും പറക്കും, ഏറ്റവും ഉയരത്തിലും പറക്കും. ഒരു പക്ഷിയും ഒറ്റയ്ക്കിരുന്ന് തന്റെ ചിറകുകളെ കൊത്തിപ്പറിച്ച് കളയത്തില്ല. അങ്ങനെ തനിച്ചിരുന്ന തന്റെ ചിറകുകളെ കൊത്തിപ്പറിച്ച് ആരും കയറി ചെല്ലാത്ത വലിയ മലയുടെ മുകളിലെ പാറക്കെട്ടുകളുടെ ഇടയിലിരുന്ന് സ്വന്തം ചിറകുകളെ കൊത്തിപ്പറിച്ച് കളയുന്ന കഴുകൻ അറിയാം, ഇപ്പൊ ഇച്ചിരി വേദനയുണ്ടെങ്കിലും നാളെ ഞാൻ ഉയരത്തിൽ പറക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പം നേരിടുന്ന പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വില കുറച്ച് കാണരുത്. കഴുകൻ ചിറകടിച്ച് ഏറ്റവും ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നത് പോലെ നിങ്ങളുടെ നാളുകൾ അദ്ദേഹം ശരീരം അർദ്ധനഗ്നമായി കാണിക്കുന്നുണ്ട്. ഒരിക്കലും പൂർണ്ണമായി ഒരു മതവിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ കാണിച്ചൊരു വീഡിയോ ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അയാളുടെ ഒരു തീവ്ര മനോഭാവമുള്ള ആളാണെന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് പറയാണ്. അദ്ദേഹം ഒരു ട്രെയിനറാണ്. ആ ട്രെയിനർ ഇങ്ങനെ ഒരു ജിമ്മ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത് തെറ്റാണത്. ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് മൗലിക അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോ ശാഖകളിൽ ഇപ്പൊ ഈ പരിപാടികളൊക്കെ നടക്കുന്നില്ലേ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ, ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു മുസ്ലിം വന്ന എന്താ അവസ്ഥ? നേരെ തിരിച്ചൊരു മുസ്ലിമിനെ വിമർശിക്കാൻ ഏതൊരു ഹിന്ദുവിനും കഴിയുന്ന അവസ്ഥയിലും കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. കർമ്മയെ പോലെയുള്ള ന്യൂസ് ചാനലുകൾ മനഃപൂർവ്വം അനാവശ്യമായിട്ട് ഇല്ലാ വചനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഊളത്തരം വിളിച്ച് വിളമ്പുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ജിം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങളായ ഒരുപാട് സ്ത്രീകൾ ആ ജിമ്മിലോട്ട് പോവും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. നേരെ തിരിച്ച് ജനറൽ ആയ ഒരു ജിമ്മിലേക്ക് അവർക്ക് പോകാൻ കഴിയാത്തത് അവരുടെ വിശ്വാസങ്ങൾ അവർ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അവരെ വിശ്വാസം മുറുകെ പിടിക്കണ്ട എന്ന് പറയും. നമുക്ക് എന്ത് അവകാശമാണുള്ളത് അല്ലെ? അവരൊരു അവകാശമില്ല. മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. അവരിഷ്ടമുള്ള മതത്തെ വിശ്വസിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണോ അവൻ അതാണ്, അങ്ങനെ തീരുമാനിച്ചിട്ട് ഒരു കാര്യമില്ല. അവരുടെ ഇഷ്ടാനുസരണം അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുള്ളത് പോലെ തന്നെ എന്നുള്ളതാണ്. നിന്റെ മൗലികാവകാശത്തിൽ പെട്ടെന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവനും ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഒരു ജിം ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അത് ജനറൽ ജിമ്മും കൂടിയാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കണം. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ജിമ്മല്ല. സമയം മാറ്റി വെച്ചിട്ടുണ്ടാവും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. സ്ത്രീകൾക്ക് സെപ്പറേറ്റ് സമയം തന്നെയാണ് പല ജിമ്മിലും. പിന്നെ ജനറൽ ആയിട്ടൊരു ടൈം, ആ ഒരു ടൈമുള്ള ജിമ്മുകളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരേപോലെ ചിന്തിക്കുന്ന ആളുകളല്ലല്ലോ, എല്ലാവരും പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളല്ലേ. ഇപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിലൊക്കെ അവിടെ മിക്സഡ് ആയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു ടൈം ഉണ്ട്, ആ ടൈമിൽ അത് മിക്സഡ് അല്ല. അത്രേ ഉള്ളൂ. ഇവിടെ അദ്ദേഹം അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മ്യൂസിക് ഇല്ല എന്നുള്ളത്. മ്യൂസിക് കേട്ടുകൊണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അല്ലാതെ സ്വന്തം ഹൃദയമിടിപ്പ് കേട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്, അത് ഓരോ മനോഭാവങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒന്നും ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോ സൈഡിലൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. ആ വീഡിയോയിൽ ഇദ്ദേഹം വളർത്തു നായക്കളുമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഈ നായയുടെ മൂക്കിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്ന ആ നീര് ശരീരത്തിൽ പതിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 7 തവണ കുളിക്കണം, 7 രീതിയിൽ അത് വൃത്തിയാക്കണം എന്നൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെ ഒരു നിയമം ഇസ്ലാം മതവിശ്വാസ പ്രകാരം നിലനിൽക്കെ
തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ഇദ്ദേഹം ആ ഒരു കാര്യം ചെയ്യും? അത് ആദ്യം മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു ട്രെയിനറാണ്, ഒരു ജിം ട്രെയിനറാണ്. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന, അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അത്രയേ ഉള്ളൂ. അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കരുത്. ഇനി കർമ്മ ന്യൂസ് പുറത്തുവിടാത്ത ഒരു വാർത്ത റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടതാണ്. നിങ്ങൾ എന്താ ഇത് വിടാത്തത്? ഒന്ന് കേൾപ്പിക്കട്ടെ ആദ്യം. കൗതുകകരമായ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നു. പാലക്കാട് ഈ ഭണ്ഡാരം കുത്തിത്തുറന്നത് ആരാണ് എന്നല്ലേ? BJP സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെന്മാറ പഞ്ചായത്തിലെ 17-ാം വാർഡ് BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രഭാവതിയെ പോലീസ് പിടികൂടി. കണിമംഗലം പുഴയ്ക്കൽ തറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയതിനാണ് ഇവരെ നെന്മാറ പോലീസ് പിടികൂടിയത്. BJP സ്ഥാനാർത്ഥി ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നു. 17-ാം വാർഡിലെ എപ്പടി ഇருக்கு? ഇതിനെക്കുറിച്ച് ജനം TVക്ക് മിണ്ടാനില്ല, അതേപോലെ തന്നെ കർമ്മ ന്യൂസിനും മിണ്ടാനില്ല. അപ്പോഴാണ് ഒരാൾ ഒരു ജിമ്മ് തുടങ്ങുന്നത് തീരങ്ങ് പറ്റിയില്ല. മുസ്ലിം ആയതുകൊണ്ട് തീരും പറ്റിയില്ല. അതിന് ശരീഅത്ത് നിയമം കൂടി കുത്തിക്കയറ്റിയിരിക്കുന്നത്. ഒന്ന് പോടാപ്പ, പോയി തരത്തിപ്പോയി കളിക്ക്. ഇത് ഇന്ത്യ എന്ന മഹാരാജ്യം, അത് ആർക്കും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾ ആ ഭരണഘടനയിൽ കൈവെക്കരുത്, അത്രേ പറയുന്നുള്ളൂ. ഞങ്ങളുടെ അവകാശങ്ങളാണ്, ഞങ്ങൾ അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അപ്പൊ ജനം TVക്കാരെ, നമ്മുടെ കർമ്മ ചേച്ചി, നിങ്ങൾ ആദ്യം പോയിട്ടെ ആ ഭണ്ഡാരപ്പെട്ടി എന്ന കായില്ല തിരിച്ചു കൊടുക്കാൻ നോക്ക്. വീണ്ടും വരാൻ കേട്ട പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.